വാർത്താ സമ്മേളനത്തിനിടെ ഫോൺ വന്നതിന് പിന്നാലെ കസ്റ്റംസ് കമ്മീഷണർ വാർത്താ സമ്മേളനം നാടകീയമായാണ് അവസാനിപ്പിച്ചത്. മാധ്യമങ്ങളുടെ കൂടുതൽ ചോദ്യങ്ങളോട് കമ്മീഷണർ പ്രതികരിച്ചില്ല. കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ കസ്റ്റംസ് കമ്മീഷണർ ഡോക്ടർ ടി ജു വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചു. Sir, already going on, sir. Six 6:30 was the time, sir. They all come and it's already halfway through, sir. പ്രസ് ബ്രീഫ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. എനിക്ക് തുടർന്നോട്ട് പോകാനൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, സിജോ വർഗീസ് കൂടുതൽ വിവരങ്ങൾ നൽകും. സിജോ, ആരുടേതായിരിക്കാം ആ ഫോൺ കോൾ? അത് നിർദ്ദേശം ലഭിച്ചത് കൊണ്ട് തന്നെയായിരിക്കാം അല്ലെ വാർത്താ സമ്മേളനം പകുതി വെച്ച് നിർത്തിവെച്ചത്? ഒപ്പം തന്നെ അദ്ദേഹം അതിനു മുമ്പ് പറഞ്ഞു വെച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അനീഷ, ആരുടേതാണ് ഈ ഫോൺ കോൾ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും മേൽ ഉദ്യോഗസ്ഥനാണ് എന്ന് നമുക്ക് അനുമാനിക്കാം. എന്തായാലും ആ ഫോൺ സംഭാഷണത്തിന് പിന്നാലെ ഈ പത്രസമ്മേളനം അല്ലെങ്കിൽ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയാണ് കസ്റ്റംസ് കമ്മീഷണർ. എന്തായാലും കേവലം ഒരു വാഹനക്കടത്ത് എന്നതിന് അപ്പുറം രാജ്യസുരക്ഷയടക്കം ബാധിക്കുന്ന ചില ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിന് പിന്നിൽ ഉണ്ട് എന്ന് കമ്മീഷണർ ഈ വാർത്താ സമ്മേളനത്തിനിടെ വ്യക്തമാക്കിയിരുന്നു. അതായത് ഈ വാഹനങ്ങൾ പ്രധാനമായും എത്തിക്കുന്നത് കണ്ടെയ്നറുകൾ വഴിയാണ്. ഈ വാഹനങ്ങൾ കടത്തുന്നതിനൊപ്പം തന്നെ മയക്കുമരുന്നും സ്വർണവും ഉൾപ്പെടെ കടത്തുന്നുണ്ടാകാം എന്നുള്ളൊരു സംശയം കസ്റ്റംസ് കമ്മീഷണർ പറയുകയും ചെയ്തിട്ടുണ്ട്. 150 മുതൽ 200 വരെ വാഹനങ്ങൾ ഇത്തരത്തിൽ കേരളത്തിലേക്ക് മാത്രം കടത്തിയിട്ടുണ്ട്. അതിൽ 30 വാഹനങ്ങൾ മാത്രമാണ് പിടിച്ചെടുക്കാൻ സാധിച്ചത്. ഈ കണ്ടെയ്നറുകളടക്കം ഇത്ര വാഹനം കടത്തുമ്പോൾ അതിന് പിന്നിൽ വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ട്. വൻ GST വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കടത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തീവ്രവാദം പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ എന്നതടക്കം സംശയിക്കുന്നുണ്ട്. കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുള്ള ഒരു സംഘമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ ഈ കസ്റ്റംസ് കമ്മീഷണർ നടത്തുകയും ചെയ്തു. ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു ഫോൺ സംഭാഷണം വരികയും ചെയ്തത്. ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എംബസി എന്നിവയുടെ പേരിലൊക്കെ വ്യാജരേഖകൾ ചമച്ചാണ് ഈ വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടത്തുകയും അവിടെ വിവിധ സംസ്ഥാനങ്ങളിൽ രജിസ്ട്രേഷൻ നടത്തി കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. പരിവാഹൻ സൈറ്റിലടക്കം കൃത്രിമം കാണിച്ചു എന്നുള്ള ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തൽ കൂടി കസ്റ്റംസ് കമ്മീഷണർ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ അത് നിയമ സംവിധാനം വരെ സ്വാധീനിക്കുന്ന തലത്തിലേക്ക് ഇതിന് പിന്നിലുള്ള തട്ടിപ്പ് സംഘം നീങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു സംശയം കൂടി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തും എങ്ങനെയും കടത്താമെന്നുള്ള ഒരു സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ള ഒരു പ്രസ്താവന കൂടി കമ്മീഷണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. GST തട്ടിപ്പ് നടത്തുന്നതിനൊപ്പം തന്നെ ഈ കേരളത്തിന്റെ നിരത്തുകളിൽ ഓടുന്ന പല വാഹനങ്ങൾക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റോ ഇൻഷുറൻസോ ഇല്ല എന്നുള്ളതുമാണ് പ്രധാനമായിട്ടും പറയുന്നത്. എന്തായാലും ഇത്തരം ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയതിന് പിന്നാലെയാണ് ഈ ഫോൺ വരികയും ആ ഫോൺ സംഭാഷണത്തിന് പിന്നാലെ കമ്മീഷണർ പത്രസമ്മേളനം